നമ്മളൊരു പ്രസ്ഥാനം നടത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ സംരംഭമൊക്കെ നടത്തുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവലാണ്. നമ്മുടെ മനസ്സിന്റെ ശക്തിയാണ് ഏറ്റവും പ്രധാനം. നമ്മളുടെ മനസ്സിന്റെ ശക്തി എങ്ങനെ നിലനിർത്താം, നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻറ്റോടുകൂടി ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ പഴയ കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ടൊന്നും ടെൻഷൻ അടിക്കരുത്. നമ്മൾ നടന്നുപോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകാറുണ്ട്. പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് ചിന്തിച്ച് നമ്മൾ ഡൗൺ ആക്കി നമ്മുടെ ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ഊർജ്ജത്തെ കെടുത്തിക്കളയരുത്. അതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ അതിനെ ലെറ്റ് ഇറ്റ് ഗോ, അത് നമ്മൾ കഴിഞ്ഞു പോയ കാര്യമാണ്, അതിനെ ഓർത്ത് വിഷമിക്കരുത്. പിന്നീട് നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിന് സംഭവിക്കുന്നുണ്ടാവും. സോ അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുകയോ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മുടെ സമയം പാഴാക്കരുത്. നമ്മുടെ ഇപ്പോഴുള്ള പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യത്തിൽ മാത്രം നമ്മുടെ ഫോക്കസ് കൊടുക്കുക. നമ്മൾ എപ്പോഴും വളരെയധികം ഹറിബറി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഡിസിഷൻസ് എടുക്കുന്നത് ശാന്തമായ മനസ്സിൽ നിന്ന് മാത്രമേ നല്ല നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ നമ്മൾ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് നമ്മൾ ശാന്തമായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഒരു രാവിലെയോ വൈകുന്നേരമോ നമുക്ക് വേണ്ടി മാത്രം കുറച്ച് സമയം മാറ്റി വയ്ക്കുക. ഒരു ചെറിയൊരു ക്യാൻഡിൽസോ അല്ലെങ്കിൽ ഒരു ദീപനാളമോ ഒക്കെ കത്തിച്ച് വെച്ചിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമല്ല. ഞാൻ പ്രത്യേകമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നല്ലൊരു ഫ്രാഗ്രൻസ് ഉള്ള ഒരു ക്യാൻഡിലോ അല്ലെങ്കിൽ ലൈറ്റോ കത്തിച്ച് വെച്ചിട്ട് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ മനസ്സിനെ ഞാൻ വളരെയധികം ശാന്തമാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് നല്ല നല്ല തോട്ടും നല്ല നല്ല ഡിസിഷൻസും എനിക്ക് എടുക്കാൻ പറ്റുന്നത്. സോ അതൊന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും അമിതമായി ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ഒരു വസ്തുവിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഒക്കെ നമ്മൾ കൂടുതൽ പ്രതീക്ഷകൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം ദുഃഖമുണ്ടാക്കാറുണ്ട്. സോ അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ ട്രസ്റ്റ് അവർ ഓൺ വിങ്സ് എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ ആ ചിറകിൽ തന്നെ വിശ്വസിക്കുക, നമ്മുടെ ശക്തിയിൽ തന്നെ വിശ്വസിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് വരുന്നതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു സെൽഫായിട്ട് വളരെ കോൺഫിഡൻസ് ഉള്ള വ്യക്തികളായിരിക്കും. സോ നമ്മുടെ ഊർജ്ജം നമ്മൾ എപ്പോഴും വിനിയോഗിക്കേണ്ടത് നമ്മൾക്ക് എന്ത് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഓർത്ത് മാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധ. പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യ ശ്രമത്തിൽ പരാജയപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കരുത്. പരാജയം നമുക്ക് എപ്പോഴും നമുക്ക് കൂടുതൽ കൂടുതൽ കരുത്ത് നൽകുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഒരു ശ്രമത്തിൽ അയ്യോ എനിക്കിത് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവുമോ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അത് ശ്രമിക്കാതിരിക്കരുത്. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ആദ്യമായിട്ട് നമ്മൾ ശ്രമിച്ചു നോക്കുക. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു ചെറിയ ചുരിദാർ തയ്ക്കാൻ അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ തയ്ക്കുക, അത് ഓൺലൈനിൽ പ്രസന്റ് ചെയ്യുക. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ